അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ കൂട്ടാത്മഹത്യയിൽ പോലീസിനെ കുഴക്കിയ പല ചോദ്യങ്ങളുണ്ട്. മലയാളി ദമ്പതികളും സുഹൃത്തും മരിച്ചതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ? ഇവരുടെ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? അന്ധവിശ്വാസങ്ങളിലേക്ക് ഇവരെ എത്തിച്ചത് എന്താണ്? ആരാണ് ഡോൺ ബോസ്കോ? ഇതിൽ ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐഡിയുടെ ഉടമയെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയത് ആര്യയിലേക്ക് തന്നെയാണ്. ഇവർക്കിടയിൽ വിചിത്ര വിശ്വാസത്തെക്കുറിച്ച് ആശയവിനിമയത്തിന് നിർമ്മിച്ച വ്യാജ മെയിലടിയായിരുന്നു അത്. 8 വർഷം മുൻപ് നവീനാണ് അന്യഗ്രഹ ജീവിതമെന്ന വിചിത്ര വിശ്വാസത്തിന് തുടക്കമിട്ടത്. മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാനാണ് പോലീസ് നീക്കം. അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐഡി. മരിച്ച ദമ്പതിമാരായ നവീനും ദേവിക്കും ഇവരുടെ സുഹൃത്ത് ആര്യയ്ക്കുമിടയിൽ വിചിത്ര വിശ്വാസത്തെക്കുറിച്ച് ആശയവിനിമയത്തിന് നിർമ്മിച്ച വ്യാജ മെയിൽ ഐഡിയാണിത്. ഈ ഐഡിക്ക് പിന്നിൽ നവീനാണെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചിരുന്നത്. എന്നാൽ വ്യാജ ഐഡിയുടെ ഉടമ വട്ടിയൂർക്കാവ് സ്വദേശിനിയായ അധ്യാപിക ആര്യയാണെന്നാണ് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചത്. ദിനോസറുകൾക്ക് വംശനാശം ഉണ്ടായിട്ടില്ല, അവയെ അന്യഗ്രഹത്തിലേക്ക് മാറ്റിയതാണ്, ഭൂമിയിലെ നല്ലൊരു ശതമാനം ജനങ്ങളെയും അന്യഗ്രഹത്തിലേക്ക് മാറ്റാനാകും തുടങ്ങി വിചിത്രമായ കാര്യങ്ങളാണ് ഇവർ പരസ്പരം പങ്കുവച്ചിരുന്നത്. മിതി എന്ന അന്യഗ്രഹ ജീവി എന്ന വ്യാജേനയും വിചിത്ര വിശ്വാസങ്ങൾ പങ്കുവച്ചിരുന്നു. ആയുർവേദ ഡോക്ടറായി ജോലി ചെയ്യുന്നതിനിടെ 2016 നവീൻ വിചിത്ര വിശ്വാസത്തിലേക്ക് തിരിയുന്നതെന്ന് പോലീസ് പറയുന്നു. ആദ്യം ഭാര്യ ദേവിയെയും ആ വിശ്വാസത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പൂർണ്ണമായി വഴങ്ങിയില്ല. ഒരു വൈദികനടക്കം 5 സുഹൃത്തുക്കളെ ഈ ചിന്തകളുടെ ഭാഗമാക്കാനും നവീൻ ശ്രമിച്ചു. ഇതും ഫലം കണ്ടില്ല. എന്നാൽ പിന്നീട് ദേവി നവീന്റെ വഴിക്ക് വന്നു. 2020 തിരുവനന്തപുരത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനിടെ ആര്യയും ദേവിയും പരിചയപ്പെടുന്നത്. ഇത്തരം ചിന്തകളോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആര്യയെ ദേവി വഴിയാണ് നവീൻ വിചിത്ര വിശ്വാസത്തിലെത്തിച്ചത്. ഇവർ തമ്മിലുള്ള അടുപ്പത്തിലും പെരുമാറ്റത്തിലും സംശയം തോന്നിയ വീട്ടുകാർ ആര്യയെ കൗൺസിലിംഗിന് വിധേയയാക്കിയിരുന്നു. ദേവിയുമായി അടുപ്പം പുറത്തുന്നത് വിലക്കിയെങ്കിലും രഹസ്യമായി അടുപ്പം തുടർന്നു. പ്രളയം വന്ന് ഭൂമിയുടെ നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പുനർജന്മം നേടണമെന്നുമുള്ള അന്ധവിശ്വാസമാണ് മരണം തിരഞ്ഞെടുക്കാൻ കാരണം. ഉയർന്ന സ്ഥലമെന്നത് കണക്കിലെടുത്താണ് അരുണാചലിലെ സീറോ മരണത്തിന് തിരഞ്ഞെടുത്തത്. മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.